എം സ്വരാജ് CPM-ൻ്റെ വളരെ അഗ്രസീവായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നാടാണ് നിലമ്പൂർ. അപ്പോൾ അവിടെ രണ്ട് നാട്ടുകാർ തമ്മിലുള്ള പോരാട്ടം എന്നാണ് ചിലരൊക്കെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ അവിടുത്തെ ജനവിഭാഗം തഴയാനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങിപ്പോൾ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDF ജയിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദ്യം. ലിയോ, ഇതിനകത്ത് ഈ പറയുന്ന നാട്ടുകാരെന്നൊക്കെ പറഞ്ഞ വാദത്തിനൊന്നും ഇപ്പോൾ യാതൊരു കഴമ്പുമില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ലിയോ പറഞ്ഞ ഈ ഒരു വാദവും എം സ്വരാജിന് അനുകൂലമല്ല. എന്ന് മാത്രമല്ല, അഗ്രസീവ് എന്നും പറഞ്ഞൊരു വാക്ക് ലിയോ ഉപയോഗിച്ചു. അത് ശരിക്കും സ്വരാജിനെതിരാണ് എന്നാണ് ഞാൻ അവിടെ മനസ്സിലാക്കുന്നത്. അവിടുത്തെ CPM-കാർക്ക് പോലും ഇയാൾ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു അഹങ്കാരമുള്ള ഒരു നേതാവാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് അവർക്കുള്ളത്. ഇയാൾ നാട്ടുകാരനാണെന്ന് പറയുന്നെങ്കിൽ ഇയാൾ പതിറ്റാണ്ട് കാലമായിട്ട് അവിടെ ഇല്ല. ഇയാൾ 2016 തൃപ്പൂണിത്തുറ മത്സരിച്ചത്. അത് കഴിഞ്ഞാൽ 2020 തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ തിരുവനന്തപുരത്ത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മെമ്പറാണ്. അയാൾ നാട്ടിലില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാട്ടുകാരനാണെന്ന് പറയുന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർക്കോ അണികൾക്കോ ഒക്കെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒട്ടും ആക്സസിബിൾ അല്ല. വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത ഒരു നേതാവാണെന്നും വിളിച്ചു കഴിഞ്ഞപ്പോൾ ലിയോ വിളിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മിസ്റ്റർ ലിയോ രാധാകൃഷ്ണൻ എന്ന് ചോദിക്കുന്ന ഒരു ഇപ്പോഴത്തെ ഒരു അഗ്രസീവ് നേതാക്കന്മാരുടെ ഒരു അഗ്രസീവ് തോളൊക്കെ ചെരിച്ചുള്ള നടപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പിണറായി വിജയൻ അനുകൂലിക്കുന്ന പോലത്തെ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് അതൊക്കെ അയാൾക്ക് എതിരാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ വ്യക്തികൾ പ്രസക്തമല്ല.